ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഷുഗർ രോഗികൾ, അവർക്കായിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഭക്ഷണത്തിനെ മരുന്നാക്കി കഴിക്കുക എന്നുള്ള കാര്യവും എക്സസൈസിനെ മരുന്നാക്കി എക്സസൈസ് ചെയ്യുക, അറിഞ്ഞുകൊണ്ട് എക്സസൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് എന്നൊരു ബോധത്തോടു കൂടി ചെയ്യുക. എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന ബോധത്തോടു കൂടി ചെയ്താൽ 100% നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ ഷുഗറിനെ നോർമലാക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് മാറാൻ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നതും നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നതും മനസ്സിലാക്കി തരുന്നതും. തെളിയിച്ചു തരികയെന്ന ഉദ്ദേശം, മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല അസുഖം. അപ്പോൾ പിന്നെ എന്ത് വഴിയുണ്ട്? കാരണം ഞാൻ ഈ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം നിരവധി ഷുഗർ രോഗികളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. 4 കൊല്ലം, 5 കൊല്ലം, 12 കൊല്ലം, 35 കൊല്ലം വരെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് വേദനകൾ മാറുന്ന, ഞാൻ ഇപ്പൊ ഈ കയ്യുമ കെട്ടി കാണിച്ചത് ഇത് കഴിച്ച് വലിച്ചൂരി എറിഞ്ഞ ആളാണ് ഞാൻ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ആക്കി തന്നത്. ഇതിനെക്കുറിച്ച് പറയാം. നമ്മൾ രാവിലെ ഈ എക്സസൈസ് തുടങ്ങേണ്ടത് എങ്ങനെയെന്നുള്ളത് ഞാൻ എൻ്റെ തുടക്കം മുതലുള്ള വീഡിയോസിൽ കാണിച്ചു വരുന്നുണ്ട്. ഇപ്പൊ എക്സസൈസിന്റെ ടൈമാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് വെറും വയറ്റിൽ 1 സ്പൂൺ ഉലുവ രാത്രി 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് രാവിലെ ഒരു 5 മണിക്ക് എണീറ്റിട്ട് ഇത് ചൂടാക്കുക. ചൂടാക്കിയതിന്റെ ശേഷം ഈ ഉലുവ അതിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് ഇതേപോലെ പച്ചക്ക് കഴിക്കുക. പാകത്തിന് മീഡിയം ചൂടാക്കിയാൽ മതി, കുടിക്കാൻ പാകത്തിന്. ഓക്കെ, ഈ ഉലുവ കുടിക്കുക. ആ ഉലുവ ചവച്ചരച്ച് ലേശം വെള്ളത്തിന് വിഴുങ്ങി കഴിഞ്ഞ ശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളി, വലുതാണെങ്കിൽ 2 അല്ലി, അതെടുത്തുകാണ്ട് ഗുളിക മാതിരി വായിലിട്ടിട്ട് ഇതേപോലെ കഴിക്കണം വെറും വയറ്റിൽ. ആര്? ഷുഗർ രോഗി. നമ്മൾ ഷുഗർ എന്ന രോഗത്തിനെ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട്, കുറക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുകയാണ്. ഞാൻ ആത്മാർത്ഥത കാണിക്കണം. ഞാൻ ഈ മെനക്കെട്ട് കാണിച്ചിരുന്നത് എൻ്റെ രോഗം മാറുകയും ഞാൻ പരിപൂർണമായ ആരോഗ്യവാനാണ്. ഇത് തെളിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഷുഗർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കായിട്ട് ഈ സംഗതി ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നിസ്സാരമായി കാണരുത്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓരോ ജോയിന്റുകൾ വേദന ഉണ്ട് എന്ന് കാണിച്ചു തരുമ്പോൾ അത് നിസ്സാരമല്ല. എൻ്റെ ഇവിടെ ഇരുന്ന് വേദന, ഈ എല്ലിന്, ഇതിനെന്തൊരു പേര് പറയുമ്പോൾ അത് എനിക്ക് പറഞ്ഞു തരാൻ കിട്ടൂല. എന്നോട് ഇത് വർഷങ്ങളോളം ഞാൻ ഇട്ട് നടന്നിട്ടുണ്ട്. വർഷങ്ങളോളം ഞാൻ ഇട്ട് നടന്നു. ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ മുട്ടുവേദനക്ക് വലിയ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ആംഗിള അളകിന് പ്രശ്നം ഉണ്ടായിരുന്നു. അതും ഞാൻ എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞു. ഹെൽമെറ്റ് ധരിക്കാൻ പറ്റൂല, ബൈക്ക് ഓട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ അതും ചെയ്യുന്നുണ്ട്. എങ്ങനെ? വെറുതെ അല്ല, നമ്മൾ മെനക്കെടണം. നമ്മളെ ശരീരത്തിന് വേണ്ടി മെനക്കെടണം. നമ്മളെ ശരീരത്തിന് വേണ്ടി നമ്മൾ മെനക്കെട്ട് അധ്വാനിച്ചാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. ഞാൻ ഈ ബെൽറ്റ് ഇട്ട് നടന്നിരുന്നെങ്കിൽ ഇത് എപ്പോഴും ഞാൻ ഇട്ട് നടക്കണ്ടേ, വർക്ക് ചെയ്യണ്ടേ? കാരണം ഇവിടെ ഭയങ്കര കടച്ചിലായിരുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഭയങ്കര കടച്ചിലായിരുന്നു. പെരടി, കൈ പൊന്തൂലായിരുന്നു, പെരടി വേദനയായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്നില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറുക. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ എക്സസൈസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു, ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടത്.
എല്ലാ ഞരമ്പിനും നമ്മൾ ആദ്യം ആക്റ്റീവ് ആക്കണം. ശരീരത്തിലെ എല്ലാ ഞരമ്പിനെയും നമ്മൾ ആദ്യം ആക്റ്റീവ് ആക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ വിഷയം പറഞ്ഞു തന്നിട്ടാണ് എക്സസൈസിലേക്ക് പ്രവേശിക്കുക. വീഡിയോ നീളാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾ കാണണം. അത് 1, 2, 3, 4, 5 എന്നുള്ള വീഡിയോസ് നിങ്ങൾ ഓരോന്നോരോ കണ്ടതിന് ശേഷം അത് പഠിച്ചതിന്റെ ശേഷം 1 മണിക്കൂർ ഒരു സെറ്റായി ചെയ്യേണ്ട എക്സസൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം പറഞ്ഞാലാണ് നമ്മൾ എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ. നിങ്ങളെ ശ്രദ്ധ ഞാൻ ബോർഡിലേക്ക് ക്ഷണിക്കുക. നമ്മൾ ഞരമ്പിന്റെ സെൻട്രത്തെ അവസ്ഥ അതാണ്. ഇത് എല്ലിന്റെ ഒരു ചെങ്ങല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ സെൻട്രലൊക്കെ മജ്ജയാണ്. ഒരു കുഷീൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കുഷീൻ പോലെയാണ് വർക്ക് ചെയ്യണത്. ഇതിന് ജാമാക്കി നിൽക്കുന്നത് എല്ലിന് ജാമാക്കി നിർത്തിയിട്ടുള്ളത് 2 സൈഡിൽ നിന്നും മാംസങ്ങളും മാംസപേശികളും എലാസ്റ്റിക് പോലെ ടൈറ്റുള്ള മാംസത്തിന്റെ അവസ്ഥയിലാണ് ഇതിന് ജാമാക്കി നിർത്തിയിട്ടുള്ളത്. പിന്നെ ഇത് ഫുള്ളായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യണം. ഏതുപോലെ നമ്മളിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം. അപ്പൊ അത്രയും ജോയിന്റുകൾ വർക്ക് ആവണം. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഏത് രൂപത്തിലേക്ക് നമ്മൾ വർക്ക് ചെയ്യണത്, എണീക്കുന്നു, ഓക്കെ, കൈകൊണ്ട് പണിയെടുക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ എല്ല് ഒരേ സ്റ്റഡിയിലുള്ള ഒരു എല്ലായിരുന്നെങ്കിൽ സാധിക്കൂല. അപ്പൊ അള്ളാഹു മനുഷ്യന് തന്ന സംവിധാനത്തിനെയും നമ്മൾ മനസ്സിലാക്കണം. ഈ സംഗതിയില് ഇവിടെയാണ് വേദന അനുഭവിക്കുക. നമുക്ക് ഇവിടെയാണ് വേദന അനുഭവിക്കുക. 1, 2 ഇവിടെയാണെങ്കിൽ എല്ലുണ്ട്. ഓക്കെ, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വാരിയല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാരിയല് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഈ സാധനത്തിനെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നീർക്കെട്ടുണ്ടാവും. നീർക്കെട്ടുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഞരമ്പുകൾ, ഇതില് മെസ്സേജ് പോകുന്ന ഞരമ്പുകൾ, തലച്ചോട്ടിക്ക് പോകുന്ന ഞരമ്പുകൾക്ക് ബ്ലോക്ക് സംഭവിക്കും. അപ്പൊ തലച്ചോറിന്ന് കൈക്ക് പോണ ഞരമ്പിന് ബ്ലോക്ക് സംഭവിച്ചാൽ കയ്യിന് അണക്കത്തിന് പ്രശ്നം ഉണ്ടാവും, കടച്ചിലുണ്ടാവും. അതേപോലെ തന്നെ ഇവിടുന്ന് വന്നിട്ട് ഈ കയ്യിനാണെന്നുണ്ടെങ്കിലോ അതും പ്രശ്നം ഉണ്ടാവും ബ്ലോക്ക് വരുമ്പോൾ. അതുകൊണ്ട് ഇവിടെ നമ്മൾ കറക്റ്റ് ഇതിന് ശരിയായിട്ട് ആക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അതേപോലെ തന്നെ ഇവിടെയും ഞാൻ എല്ല് തേയ്മാനത്തിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ഏത് എല്ല് ദ്രവിക്കുക, എല്ല് പൊട്ടുക, അതിനുള്ളതല്ല ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്ത് വേദന അനുഭവിക്കും. എനിക്ക് വേദന കൈ കടച്ചില്, ഈ ജോയിന്റ് കടച്ചില്, മുട്ട് വേദന, മുട്ട് മടങ്ങൂലായിരുന്നു, ഇരിക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഞങ്ങൾക്ക് എക്സസൈസിൽ കാണിച്ചു തരും. അടുത്ത എക്സസൈസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്തുകൊണ്ട് ഞാൻ വാദത്തിന് മരുന്ന് കുടിച്ചിട്ടുണ്ട്. ഡോക്ടറെ അടുത്ത് പോയി അത് വാദാണ് പറഞ്ഞു. വാദത്തിന് മരുന്ന് കുടിച്ചു, മാസങ്ങളോളം മരുന്ന് കുടിച്ചു. നിങ്ങളും കുടിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെന്താ ഒരു വിധി എഴുതാൻ പാടില്ല. ഡോക്ടർ പറയുന്നത് 100% അങ്ങനെ തന്നെ വിധി. വേറെ ഡോക്ടറെ അടുത്ത് പോകണം. അതും ശരിയല്ല. വേറെ നമ്മൾ പോകലില്ലേ? നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഒരു ഡോക്ടറെ കണ്ടു, നമുക്കത് മാറുന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത വിദഗ്ധനെ തരും. അപ്പൊ അത് ശരിയാവും. എന്ന പോലെ തന്നെ എല്ലാവരും പഠിച്ച് മനസ്സിലാക്കി തന്നിട്ടാണ് നിഗമനത്തിൽ എത്തുന്നത്. ഇത് ഇന്നതായിരിക്കും. ഞാൻ പറയുന്നത് എന്നോട് ഡോക്ടർമാർ പറഞ്ഞ സംഗതിയിലൊക്കെ വിജയിച്ചു വന്നൊക്കെയാണ്. അത് അള്ളാന്റെ കുതിരത്ത് തന്നെ ഞാൻ പറയുള്ളൂ. എന്നോട് ഹെൽമെറ്റ് വെക്കാനും പറ്റൂല, ബൈക്ക് ഓട്ടാനും പറ്റൂല എന്ന് പറഞ്ഞു. ഈ കൈ ഞാൻ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സാധനം കെട്ടിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ കൈ അനക്കാൻ കഴിയൂല, വേദന കടഞ്ഞിട്ട് എടുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ കൈ പൊന്തൂല. അപ്പൊ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്ര സ്പഷ്ടമായി പറയുന്നത്. ഞാൻ പഠിച്ചത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കത് എളുപ്പമായി.
ഞാനത് മനസ്സിലാക്കി, ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്, മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ ഓരോ പെരഡിൻ്റെത് ഞാൻ ആദ്യം കാണിച്ചു തന്നു, മൊത്തം ഞരമ്പുകളെ ആക്റ്റീവ് ആക്കുന്ന ഞാൻ കാണിച്ചു തന്നു. ആ ആക്റ്റീവ് ആക്കുന്ന കൂട്ടത്തുകൂടെ എല്ലാ ഭാഗത്തും നമ്മൾ എല്ലാ ജോയിന്റിനും നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. എല്ലാ ജോയിന്റിനും നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. ഇത് വീഡിയോ നീളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത വീഡിയോ കാണണം. ഇത് 6ാമത്തെ വീഡിയോ ആണ്. ഈ പേജ് ചെയ്യുന്നത് 6ാമത്തെ വീഡിയോ ആണ്. നമ്മൾ വർഷങ്ങളോളം കൊണ്ട് നടന്ന വേദനയും വരുത്തൊക്കെ ഒരു 2 മിനിറ്റ് കൊണ്ട് എല്ലാ വീഡിയോയിലും ഒതുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ, ഞാൻ മനസ്സിലാക്കിയതുപോലെ അതിന് അടിസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ ആരോഗ്യവാനായി നിങ്ങളെ മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ആഗ്രഹമുണ്ടെങ്കിൽ, വേദനയും വരുത്തം മാറി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എൻ്റെ കടമ, എൻ്റെ ശരീരത്തിനോട് ഞാൻ സ്വയം ഈ കടമ എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എത്തിച്ചു കൊടുക്കണേ മെസ്സേജ് എന്നുള്ള നിലക്ക് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേ നിൽക്കും. ഓക്കെ, ഞാൻ വീഡിയോക്ക് കിടക്കുകയാണ്. ഇനി നമ്മൾ ആക്റ്റീവ് ചെയ്യേണ്ടത് ശരീരത്തിന്റെ മുഴുവൻ നമ്മൾ ആക്റ്റീവ് ചെയ്യുന്നു പറഞ്ഞു. ഇനി നിങ്ങളെ വർക്ക് ചെയ്യുമ്പോൾ ഇതാണ് നോക്കേണ്ടത്. ഈ വർക്ക് നമ്മളെ ഓരോ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ടും ചൂടുള്ള വെള്ളം, കല്ലുപ്പിട്ടതിന് ശേഷം ചൂടുള്ള വെള്ളം ഈ ജോയിന്റുകൾ മൊത്തം പിടിക്കണം. അതേപോലെ തന്നെ ഈ ജോയിന്റുകൾ പിടിക്കണം. ഒരു മാസം, എല്ലാം ഒരു മാസമാണ്. ഒരു മാസത്തെ ട്രെയിനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ അത് പഠിച്ചിരിക്കും, മനസ്സിലാക്കിയിരിക്കും. നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് 100% നിങ്ങളത് മാറും എന്ന് പറയുന്നത്. നിങ്ങൾ ഇടയിൽ വിട്ടുകാണ്ട് അത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാതൊക്കെ, ഭക്ഷണം ശരിയാക്കാതെ നിൽക്കുക, ഇല്ലെങ്കിൽ തോന്നിയ പോലെ ഭക്ഷണം കഴിക്കുക, തോന്നിയ പോലെ എക്സസൈസ് ചെയ്താൽ ഈ പറഞ്ഞ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് 1 മണിക്കൂർ, അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയാണ് ഇതിന്റെ സമയം. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി, നമുക്ക് സുഖമായി ജീവിക്കാൻ, മരുന്നില്ലാതെ ജീവിക്കാൻ. എന്നാ പെയിൻ കില്ലർ ഒന്നും കുടിക്കേണ്ട ആവശ്യം വരില്ല. ആദ്യം വാദം ഉണ്ട് എന്ന് പറയുന്നോലും ഇതൊന്ന് ചെയ്തു നോക്കിയതിന് ശേഷം വാദത്തിന്റെ മരുന്നോ എന്ത് മരുന്നോ ആണെങ്കിൽ അത് കഴിച്ച് മുന്നോട്ട് പോയിക്കോളേ. ഞാൻ ഷുഗറിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ എക്സസൈസുകൾ മുഴുവനും ഷുഗർ അല്ലാത്തവർക്കും വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ആണിനും പെണ്ണിനും ശാരീരികമായി വളരെ ഹെൽത്തി ആയ എക്സസൈസ് ആണ്. ഓക്കെ, ഇനി എക്സസൈസ് ശ്രദ്ധിക്കുക. നമ്മൾ മൊത്തം ബോഡിന്റെ ആദ്യം നമ്മൾ ഇരുന്നുകാണ്ട് ചെയ്തു, തലക്കില്ലേ ചെയ്തു, കണ്ണിനില്ലേ ചെയ്തു. ഓക്കെ, ഇനി ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ഇരുന്ന് ചെയ്യുന്ന ആ അവസ്ഥയിൽ തന്നെ ഇതൊരു 10 പ്രാവശ്യം ചെയ്യാം. 1, 2, ഇപ്പൊ നമ്മൾ നിന്നിട്ടാണ് ചെയ്യുന്നത്. 10 പ്രാവശ്യം ചെയ്യാം. വാക്കൗട്ട് എന്ന് പറയുമ്പോൾ ഇതിന് നമ്മളൊന്ന് വർക്കിങ്ങിൽ വരുത്തുക. ഇതിന്റെ ശേഷമാണ് ഇരുന്ന് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന എക്സസൈസ് ചെയ്തതിന്റെ ശേഷമാണ് ഇതിന്റെ മുന്നിലെ 5ാമത്തെ എക്സസൈസ് ഇരുന്നുകൊണ്ടില്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ചെയ്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇത് എണ്ണക്കം ഒരേ തുടർന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് ഇങ്ങനെ വരികയാണ്, നമ്മൾ എക്സസൈസ് ഇങ്ങനെ വരികയാണ്, അത് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12.
ഇത് കഴിഞ്ഞതിന് ശേഷം 2 ചുമലിൽ കൈ വെച്ചിട്ട് വളരെ സാവകാശം ഒന്ന് കൈ വെക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെ പിടിച്ചാലും വിരോധമല്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ കൈ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കൈ വരും. അതിൻ്റെയൊക്കെ അർത്ഥം നമ്മളെ കൈയും കാര്യങ്ങളൊക്കെ നമുക്ക് വഴങ്ങി കിട്ടുന്നുണ്ട് എന്നാണ്. ഏത് സംഗതി അങ്ങനെ തന്നെയാണ്, ശ്രദ്ധിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 മുന്നിക്ക് കൊടുന്നതിന് ശേഷം തിരിച്ച് അതേപോലെ 12 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, റിലാക്സ് ആവുക. ഇങ്ങനെ 3 സെറ്റ് 12ന്റെ, ഒരു 12, 2 12, 3 12. ഓക്കെ. ഇനി ഇതിന്റെ ശേഷം വേറെ എക്സസൈസ് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ എക്സസൈസിനെയും ഒരു ചെങ്ങലയായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചെങ്ങലന്റെ ഉറപ്പ് അടുത്ത കണ്ണിയാണ്, അതിന്റെ ഉറപ്പ് അടുത്ത കണ്ണിയാണ്. ഇതുപോലെ തന്നെ ഇതോരോ കണ്ണി എല്ലുകള്, അതിന്റെ അടിയിൽ മജ്ജ, കുഷീൻ, അതിന്റെ അടിയിൽ കൂടെയാണ് ഞരമ്പുകൾ പോകുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം. അതിനുശേഷമാണ് പിന്നെ ഞരമ്പുകൾ പാസ് ചെയ്യുന്നത്. ഈ കൈക്ക് ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഞരമ്പുകൾ മുഴുവൻ എന്താണ്? വിരൽ തുമ്പിലേക്ക് വരെ എത്തുന്ന ഞരമ്പുകളാണ്. വിരൽ തുമ്പിലേക്ക് ഓർമ്മ വെക്കണം. അപ്പൊ നമ്മളിങ്ങനെ കൈ ചലിക്കുന്നത് ഇപ്പൊ കണ്ടില്ലെങ്കിൽ അത് വലിച്ചെറിഞ്ഞു ഞാൻ. എന്തുകൊണ്ട്? എക്സസൈസിലൂടെ. അപ്പൊ ഷുഗറിന്റെ പ്രശ്നം ശരീരത്തിൽ വരുമ്പോ അതാത് സ്ഥലത്ത് ബ്ലോക്ക് വരുന്നില്ല, എനിക്ക് 100% ഉറപ്പായി. അപ്പം ഭക്ഷണവും എക്സസൈസും മരുന്നാക്കി ഉപയോഗിച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഈ ഷുഗറിൽ നിന്ന് 100% മോചനം നേടാമെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഓരോ ആഴ്ചയിലും നല്ല ഷുഗറുള്ള ആളുകൾ എന്ത് ചെയ്യണം? നിർബന്ധമായും ഓരോ ആഴ്ചയിൽ കൂടുതൽ ഷുഗറുള്ള ആളുകൾ, എന്റെ ശബ്ദം മനസ്സിലാക്കണം, ഞാൻ അങ്ങനെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഷുഗർ ഹൈ ഷുഗർ ഉള്ളവർ, അവർക്ക് വരെ ഇത് മാറിയിട്ട് വേദനയും വരുത്തല്ലാത്ത ജീവിതം നയിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ നിങ്ങൾ കാണണം. ഞാൻ എൻ്റെ പുതിയതായിട്ട് എക്സസൈസ് വീഡിയോ ഷുഗർ പേഷ്യൻ്റ് പ്രത്യേകം ചെയ്യാനുള്ളതാണ്. എൻ്റെ എക്സസൈസുകളും ഭക്ഷണ രീതികളും അവരാണ് തുടരേണ്ടത്. ഞാനിങ്ങനെ ഇൻഫോർമേഷൻ തന്നുകൊണ്ടിരിക്കും. എൻ്റെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മനസ്സിലാക്കുകയും സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ വേദനയും വരുത്തത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം കിട്ടും. നമ്മൾ വാദാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കും, കഷായം കുടിക്കും, അല്ലെങ്കിൽ മരുന്ന് കഴിക്കും വേദനയ്ക്കിലൊക്കെ. അതിന്റെ മുമ്പേ നിങ്ങൾ കുടിക്കണേ കുടിച്ചോളി. പക്ഷേ ആദ്യം ഞാൻ കാണിച്ചു തരുന്ന എക്സസൈസുകളും ഭക്ഷണ രീതിയും 1 മാസം നിങ്ങൾ ചെയ്തതിന്റെ ശേഷം നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയണില്ല എങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ കുറെ വർഷങ്ങളായിട്ട് കയ്യും കാലും ജോയിന്റുകളും അനക്കാതെ നിന്നത് കൊണ്ട് എന്താണ്, ഇത് വർക്കിംഗ് ഉണ്ടാവില്ല. കാരണം എന്താ, ഏത് സാധനവും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് വർക്കാവില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രയാസം സ്റ്റാർട്ടിങ്ങിൽ വരും. എങ്ങനെ ചെയ്യാൻ കഴിയാതെ വരും, അറിയാതെ വരും. എങ്ങനെയാണോ അറിയണത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെയാണോ കാണിച്ചെന്ന് അതേപോലെ ചെയ്യുക. അലംഭാവത്തിലും അലസതയിലും കാണിക്കരുത്. ഇപ്പൊ ഞാൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ വേദനയുള്ള ആൾക്കാരൊക്കെയാണ് ഇത് വരിക. ഏത് രൂപത്തിലും ബോഡീനെ കൊണ്ടുപോകാൻ പറ്റും. ഏത് രൂപത്തിലും. ഇത് സാധിച്ചത് ഇതുകൊണ്ടാണ്. മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ മാത്രമല്ല ഇത് ആസ്വദിക്കേണ്ടത്, ഇതിന് കാത്തു നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇത് മരുന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഭക്ഷണം മരുന്നാണ്. അള്ളാഹു ഭൂമിയിൽ ഭക്ഷണമാണ് ഷുഗറിനുള്ള മരുന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മളത് നോർമൽ ആകുന്നത്. ഗുളിക കഴിച്ചിട്ടോ ഇഞ്ചക്ഷൻ എടുത്തോ നോർമൽ ആകുന്നില്ല. മരിക്കുന്നത് വരെ അത് ചെയ്യണം, തുടരണം. ഓക്കെ. അതുകൊണ്ട്
എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കി തരലാണ് എൻ്റെ ആവശ്യം. മനസ്സിലായിട്ട് പ്രവർത്തിക്കുക, ജീവിതത്തിൽ കൊണ്ടുവരിക. എനിക്കും നിങ്ങളെ പ്രാർത്ഥനയിൽ, എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ വളരെയധികം എനിക്ക് താല്പര്യമുണ്ട് എൻ്റെ സഹോദരന്മാർക്ക് ഈ സന്ദേശം എത്തണം എന്നുള്ളത്. എൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും അതിൽ ഉപകാരമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അത് ബെല്ലൈക്കൺ അമർത്തണം. അപ്പോഴാണ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു. താങ്ക് യു.